അള്ളാഹ് നന്ദി വേണ്ടേ? ഒരു തിൻ്റെത് എത്രമാ നാല് തോല് തിന്നാണ്ട് ഭയത്തിൽ കല്ല് വെച്ച് കെട്ടി നടന്നെങ്കത്തെ സ്വഹാബത്ത് വേറൊരു സ്വഹാബി ഒരു ഗമ്മത്താക്കിയിട്ട് ഇത്ര നാല് തിന്നാണ്ട് തെച്ചിറാറല്ലേ ചൊന്നിട്ട് അങ്ങൊരു ഗമ്മത്താക്കിയിട്ട് ഒരു തെല്ല് തിന്നു കൊടുത്തപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നെങ്കത്തെ വളക്ക ثم لتسألن يومئذ عن النعيم. ഓ വലിയ നിയമത്തല്ലേ കിട്ടിയെന്നെങ്കിൽ ഇപ്പം നല്ല അരിച്ചിരിക്കലും പത്രമുള്ള തിണ്ടാറല്ലേ നിങ്ങൾ ثم لتسألن يومئذ عن النعيم. പരലോകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഈ നിയമത്തിനെ ബഗ്ഗിയും ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിക്കുകയുള്ളതാണ് തൻ്റെ കയ്യുടെ ആ കാറിന് വേനാക്കി ഫുഡ് വേണ്ടാണ്ട് പേടിച്ചപ്പോൾ നല്ല കാറുണ്ട് എന്ന് സമാധാനമാക്കി. ഞങ്ങൾക്ക് ഒരു ചെറിയൊരു നിയമത്ത് കിട്ടും. പിന്നെ അള്ള വേണ്ട അത്രത്തോളം നേർച്ച വെച്ചെങ്കെത്തങ്ങ അത്രത്തോളം ദ്വാരന്നെങ്കെത്തങ്ങ ഒരു നിയമത്ത് ഞങ്ങൾക്ക് കിട്ടിട്ടാകുമ്പോ പിന്നെ അള്ളാഹ് വേണ്ട. ഒരു തെല്ല് പൈസ പാസ് ചെയ്താ പിന്നെ റബ്ബ് വേണ്ട. പിന്നെ ഞങ്ങളതേ കാർബാർ. പിന്നെ അസ്രായിൽ അലൈഹി ഇസ്ലാമും ഇല്ല, പിന്നെ ജിബ്രീലും ഇല്ല, പിന്നെ സ്വർഗവുമില്ല, പിന്നെ നരകവുമില്ല, ആറുമില്ല. പിന്നെ നാണേ ആരെങ്കിലും വാൾ ചെന്നെങ്കിൽ അയാളതേക്ക് ചൊല്ലാൽ പണ്ടത്തെ സ്റ്റൈലിലേ കൊണ്ടു. അയാൾ നേരെ ബെൽത്തിട്ടില്ല, നേരെ ബെൽക്ക് കൊണ്ടുവരുന്ന ആള്. അതെപ്പോ മരണപ്പെട്ടെങ്കിൽ കണ്ണുമുച്ചു തുറക്കുമ്പത്ത് കഴിക്കട് യാഥാർത്ഥ്യം എന്തിനെ ചൊല്ലത് അർത്ഥമാണ്. ഇത്രത്തോളം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് റിയാലിറ്റി അല്ല. കണ്ണുമുച്ചു തുറക്കണമെങ്കിൽ തുറന്ന ആളുണ്ട്. അസ്രായിൽ അലൈഹി ഇസ്ലാം റൂഹ് പിടിച്ചിട്ട് അപ്പോഴാണ് ഓർമ്മ വേണ്ടോ എന്നൊരു ലോകത്തേക്ക് പോകുണ്ടുപോവാൻ. അങ്ങ് പണ്ടാ ലോകത്തെ ബന്ധ ഒരു യാത്രികന്മാരായിട്ട് ഈ ദുനിയാവ് ഇടയ്ക്കേനെ ബന്ധരെ മാത്രം ഞങ്ങൾ ഇതേ സ്വർഗാണ്ട് നിരിച്ചപ്പോ എന്ത് പണിനാണാക്കി ഞങ്ങൾ പോകുണ്ടല്ലേ എന്ന് ചൊല്ലതിരെ യാഥാർത്ഥ്യത്തെ പിന്നീട് ഇരിക്കട അർത്ഥാവേ.